ഈ ഒരു ശ്ലോകം മറക്കാതെ കൊണ്ട് നടക്കണം. നിങ്ങൾക്കത് വ്യക്തമാവും നിങ്ങളുടെ തലയിൽ. 11-ാം സ്കന്ധം. ഇത് ഉദ്ധവരോട് പറയാണ്. ഡെയിലി നാമം ചൊല്ലുന്നവർ എത്ര പേരുണ്ട്? നന്നായി. നുണയെങ്കിലും നിങ്ങൾ പറയുമല്ലോ. അതിനൊരു കഴിവുണ്ട്. കുറച്ചു പേരൊക്കെ നുണയാ പറയുന്നത്. എന്നും നാമം ചൊല്ലുന്നു എന്ന് പറയുന്നത് ഇത്തിരി നുണയുള്ളവരുമുണ്ട്. സത്യമാണോ? അല്ലെങ്കിൽ പെരുമ്പാവൂരുകാർ നല്ലവർ തന്നെയാണ്. അല്ല, നിങ്ങൾ വെറുതെ പറയില്ല. നിങ്ങൾക്ക് ആ ഒരു കൾച്ചറുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാൽ നിങ്ങൾ നുണ പറയുന്നത്. എനിക്ക് കാണും പറയാം നിങ്ങളൊക്കെ ചൊല്ലുന്നവരാണ്. ഏതായാലും നാമജപം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ മനസ്സ് ക്രമേണ ഉയരും. ഒരു സംശയം. ഇത് ബോധ്യമുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ പറയുന്നത് മനസ്സിന് ആ മനോബലം വരും. ഇത് തെളിയിക്കേണ്ടവരാണ്. ഏതായാലും നമ്മൾ കൃഷ്ണന്റെ കഥകളിലൂടെ തുടർന്ന് പോവാണ്. കൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ ഒരു കുഞ്ഞു കൃഷ്ണനായി മാറി. പിന്നീട് വാസുദേവർ അവിടെ നിന്നും ഒരു കൊട്ടയിലൊക്കെ കിടത്തി അങ്ങനെ കൊണ്ടുപോയി നേരെ വസുദേവര് ഗോകുലത്തിൽ നന്ദഗോപ ഗൃഹത്തിലെത്തിച്ചു. അവിടുന്ന് യശോദാദേവി പ്രസവിച്ച പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ പെൺകുട്ടിയെ കംസൻ കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലാനായിട്ടൊക്കെ പിടിച്ചു. ആ കുട്ടി മറഞ്ഞുപോയി. പോകുമ്പോ പറഞ്ഞു, പരാക്രമം സ്ത്രീകളോടല്ല വേണം. ഏതായാലും വൃന്ദാവനത്തിലെ നന്ദഗോപ ഗൃഹത്തിൽ കൃഷ്ണൻ വളരുമ്പോ ആ കൃഷ്ണന്റെ ആ ഒരു തേജസ് അത് കണ്ട് ഗോപികമാരൊക്കെ കൃഷ്ണനോട് അത്രയും അങ്ങോട്ട് ആകർഷിതരായി. അതിനിടയ്ക്ക് കൃഷ്ണൻ അവിടെ വരുന്നതിന് മുമ്പ് രോഹിണി പ്രസവിച്ച് ആര് വന്നു? ബലരാമൻ വന്നു. അപ്പൊ ആ വീട്ടിൽ നല്ല ഉത്സവമായി. കാരണം 2 കുട്ടികളാ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു ആനന്ദം, ഉത്സവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കംസന്റെ പ്രത്യേക നിർദ്ദേശവുമായിട്ട് നല്ല സുന്ദരിയുടെ രൂപത്തിൽ ഒരു പെണ്ണ് അങ്ങോട്ട് കടന്നു വരുന്നു. ആര്? പൂതന. അവളാണ് ആദ്യകാലത്ത് പാലിൽ വിഷം ചേർത്ത ഫുഡ് അഡൾട്രേഷന്റെ ആള്. ഫസ്റ്റ് ഫുഡ് അഡൾട്രേഷൻ ചെയ്ത ആളാണ് ആര്? പൂതന, അല്ലേ? അങ്ങനെ അവളുടെ മുലയിൽ വിഷമൊക്കെ പുരട്ടി അങ്ങനെ കൃഷ്ണനാണെന്നൊന്നും അറിയില്ല അവൾക്ക്. കുട്ടികളെ കൊല്ലാനാണ് കംസൻ നിർദ്ദേശം കൊടുത്തത്. അപ്പൊ അവിടെ 2 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. എന്നാ തട്ടിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് കയറി വന്നത്. അപ്പൊ അവിടെ തൊട്ടില് പണ്ടൊക്കെ ഈ വീടിന്റെ പോർട്ടിഗോ ഭാഗത്തൊക്കെ തൊട്ടിലൊക്കെ തുണിയിലൊക്കെ കെട്ടി കുട്ടികളെ അതിലിടും. അപ്പൊ അങ്ങനെ 2 കുട്ടികളും ഇങ്ങനെ തൊട്ടിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് നോക്കി. അപ്പൊ ഇവളാണെങ്കിലോ ആ പറമ്പിലേക്ക് കാല് വെച്ച നിമിഷം, അതുവരെ കൃഷ്ണൻ കണ്ണു തുറന്ന് കിടന്നായിരുന്നു, ഇവളങ്ങോട്ട് കാല് വെച്ചതും ചരാചരാത്മാ നിമീലിതക്ഷ. കൃഷ്ണൻ എന്ത് ചെയ്തു? കണ്ണടച്ചു. എന്തിനായിരിക്കും കൃഷ്ണൻ കണ്ണടച്ചത്? എന്തിനായിരിക്കും കൃഷ്ണൻ കണ്ണടച്ചത്? അവളുടെ വേഷം കെട്ട് കണ്ടിട്ടോ. നാം മിക്കവാറും ഗുരുവായൂരിൽ കൃഷ്ണൻ കണ്ണു തുറക്കുകയില്ല. കാരണം വരുന്ന ഒട്ടുമുക്കാലും അക്കുരു വേഷം തന്നെയായിരിക്കും. ആണോ? അപ്പോ കൃഷ്ണൻ കണ്ണടച്ചു. കൃഷ്ണൻ കണ്ണു തുറന്നില്ല. എന്തിനാ? നമുക്ക് പിന്നീട് നോക്കാം. ഏതായാലും അവള് കൃഷ്ണനെ വാരിയെടുത്തപ്പോ അവിടുത്തെ യശോദാദേവിയും രോഹിണിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവര് വിചാരിച്ചു അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ, അന്നത്തെ കാലഘട്ടത്തില് പ്രത്യേകത ഉണ്ട്. കാരണം ആ ഗ്രാമങ്ങളിലൊക്കെ ഒരു കുഞ്ഞു പ്രസവിച്ചാൽ പാലുള്ളവര് വന്ന് പാല് കൊടുക്കും. അതൊരു പഴയ കാലത്തെ സംസ്കാരമാണ്. നിങ്ങളുടെ പലരും കുട്ടിക്കാലത്ത് അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ഉണ്ടായിരുന്നോ? നിങ്ങളുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു അത്? എത്ര പേരുടെ കാലഘട്ടത്തിൽ അത് കണ്ടിട്ടുണ്ട്? അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? പാലുള്ള സ്ത്രീകൾ വന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് കൂട്ടുന്ന ഇപ്പോഴൊക്കെ പോയി, ഇനി നടക്കില്ല. ഏതായാലും അതുകൊണ്ട് തന്നെ പൂതനയെ ആരും സംശയിച്ചില്ല. കാരണം ഇങ്ങനെ പാല് കൊടുക്കുന്ന അടുത്ത ഗ്രാമത്തിലെ ഏതൊരു കാണാൻ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള രീതി കണ്ടു. എന്നാൽ ഇവള് വലിയൊരു മനുഷ്യ ബോംബാണ്, പാകിസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഇതൊരു ചാവേർ സാധനമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. ഏതായാലും അവൾ എടുത്തു, കൃഷ്ണനെ മടിയിലിരുത്തി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ചാവെന്നുള്ള രീതിയിൽ അവള് കാണുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴല്ലേ അവൾക്ക് നെഞ്ചുനീറ്റം തുടങ്ങി. ഭയങ്കരമായിട്ട് ശ്വാസം പിടിക്കാനില്ല, ശ്വാസം അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. നെഞ്ചു മുഴുവൻ അങ്ങനെ വലിഞ്ഞു മുറുകണു. കുറെ കഴിഞ്ഞ് അവൾ അലറി, മുഞ്ച മുഞ്ച മുഞ്ചേതി, ഉറക്കെ.
എന്നെ വിടൂ 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 എന്നൊക്കെ. എത്ര അവള് അലറുമ്പോഴും അവൾ ആ നെഞ്ചിന്റെ ആ ഒരു പിടുത്തത്തിന്റെ തീവ്രത കൂടിക്കൂടി വരികയാണ്. കണ്ണൊക്കെ അങ്ങനെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങി, ശ്വാസം കിട്ടുന്നില്ല. അലറിയവള് ഉറക്കെ അലറുമ്പോഴേക്കും അവളിലെ പൂതന എന്ന ഭാവം പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം അങ്ങനെ ബലൂൺ വീർപ്പിച്ച പോലെ അങ്ങനെ വലുതായി അവളെ തനി സ്വരൂപം പുറത്തേക്ക് വന്നു. അവൾ ഉറക്കെ അങ്ങോട്ട് അലറി ജീവൻ പോകുന്ന ആ വേദന. കൃഷ്ണനാണെങ്കിൽ ആ പ്രാണനെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുത്തു കളഞ്ഞു, തീർത്തു കളഞ്ഞു. ഫസ്റ്റ് ഓപ്പറേഷൻ സക്സസ് ആയി. കൃഷ്ണൻ ആദ്യം തന്നെ ഓപ്പറേറ്റ് ചെയ്തത് പൂതനയാണ്. അവളുടെ പ്രാണനെ ഭഗവാൻ എടുത്തു കളഞ്ഞു. ശൗദാദേവിയും രോഹിണിയും വന്ന് നോക്കും, വലിയൊരു മല പോലത്തെ ഒരു സ്ത്രീ, അതിന്റെ മുകളിലൊരു കുന്ന്, അതിൽ തൂങ്ങിക്കിടക്കുന്നു ആര്? കൃഷ്ണൻ. എല്ലാവരും കൂടി ഏണിയും കോണിയൊക്കെ എടുത്ത് കൃഷ്ണനെ കൊണ്ടുവന്ന് ഗോമൂത്രം കൃഷ്ണനെ കുളിപ്പിക്കലും, കാൽക്കൽ ഉള്ള പൊടിയെടുത്ത് കൃഷ്ണനെ കുളിപ്പിച്ചു. കൃഷ്ണനെ കുറച്ച് ഗോമൂത്രമൊക്കെ കുളിപ്പിച്ച വിഷമൊക്കെ പുറത്തേക്ക്. ഒന്നും പറ്റിയിട്ടില്ല എന്ന് കണ്ടതും സമാധാനായി. അങ്ങനെ ആ പൂതന, ഉഗ്രരൂപിയായ പൂതനയുടെ ശരീരം വെട്ടി നുറുക്കി അവര്. അപ്പോഴേക്കും നന്ദഗോപർ പോയിരുന്നു കംസന്റെ കൊട്ടാരത്തിൽ ടാക്സ് അടയ്ക്കാൻ. അവിടെ വെച്ച് വസുദേവര് കണ്ടപ്പോ പറഞ്ഞു, വേഗം പോയിക്കോൾ, അവിടെ എന്തോ ഒരു അപായ സൂചന വരുന്നുണ്ട്, എന്തോ ഒരു അപകടം വരുന്നുണ്ട്, വേഗം പോയിക്കോളൂ. പോയി വന്നപ്പോ ഇതാ കാണുന്നത് വലിയൊരു ഭീകര രൂപം. അതിനെല്ലാം വെട്ടി നുറുക്കി കത്തിച്ചപ്പോൾ അതിൽ നിന്നും സുഗന്ധം വന്നു. ആദ്യത്തെ കൃഷ്ണന്റെ ലീല പറയുന്നത് പൂതനാ മോക്ഷം. നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ നോക്കിയ താടകവധം, ഇവിടെ നോക്കിയാൽ പൂതന. എന്താണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളൊക്കെ മോശക്കാരായിട്ടാണോ? ആണോ? അവിടെ താടക, ഇവിടെ പൂതന. എന്തിനാണ് കൃഷ്ണൻ പൂതനയെ കൊന്നത്? ആദ്യം നിങ്ങളുടെ തലയിൽ ഈ ബോധം ഉണ്ടാവണം, ഈ കഥാപാത്രങ്ങളെല്ലാം മനസ്സിന്റെ പ്രതീകങ്ങളാണ്. മറക്കരുത്. കഥാപാത്രങ്ങൾ ആരാണ്? ആരാ കഥാപാത്രങ്ങള്? മനുഷ്യ മനസ്സിന്റെ പ്രതീകങ്ങളാണ് ഭാഗവതത്തിലെ കഥാപാത്രങ്ങൾ. മറക്കരുത്. അപ്പൊ പൂതന എവിടെ ഉണ്ടാവണം? എവിടെ ഉണ്ടാവണം? മനുഷ്യ മനസ്സിൽ. അപ്പൊ ആരാ പൂതന? ആ സംസ്കൃത വാക്കിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം. പൂതം എന്ന വാക്ക്, ന എന്നൊരു വാക്ക്. അപ്പൊ പൂതന, ഇങ്ങനെയല്ലേ പൂതന? ആണോ? പൂതം എന്നാൽ പവിത്രം, പരിശുദ്ധം എന്നർത്ഥം. പൂതം എന്നാൽ, ശ്രദ്ധിക്കുക, വിഷ്ണു സഹസ്രനാമത്തിൽ പൂതം എന്നുള്ള വാക്കുണ്ടോ? ഉണ്ടോ? വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർക്കേ അറിയുള്ളൂ. ഉണ്ടോ? ഓം വിശ്വം വിഷ്ണുർ വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതബുദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമ. ആരാണ് പൂതം? പരമാത്മാവാണ് പൂതം. പവിത്രമായ പരമാത്മാവ്, പൂർണ്ണബോധം, അതാണ് പൂതം. എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? ആരുണ്ട്? ഭൂതാത്മാവ്, പരമാത്മാവ്, പൂർണ്ണബോധം ഉണ്ട്. എന്നാൽ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താണ്? പൂതന. എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ അതിൽ നിന്നും അകലെയായിപ്പോയി. എന്താ കാരണം? പല വിഷങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടി. ഏതുകൂടി? നമ്മുടെ ഉള്ളിൽ ഏതുകൂടി? വിഷം കൂടി. അപ്പൊ അങ്ങനെയുള്ള വിഷം ഏതായിരിക്കണം? മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷം എന്ന് പറയുന്നത് സ്വാർത്ഥത, അഹങ്കാരം, കാമം, ക്രോധം, ഇത്തരത്തിലുള്ള വികാരങ്ങളെയാണ് വിഷമായി അവർക്ക് പറയുന്നത്. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് പരമാത്മാവിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന ദുർബല വികാരങ്ങളെയാണ് കൂടെ വന്നില്ല. പരമാത്മാവായ ഭൂതാത്മാവിലേക്ക് എത്താൻ
തടസ്സമായ വികാരങ്ങളെയാണ് വിഷമായി പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ വിഷമുണ്ടോ? എന്തൊരു ഉറപ്പാ പറയുന്നത്? വിഷമുണ്ട്, അതേ ഉള്ളൂ, അതേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതും പറഞ്ഞിരിക്കുകയാണോ? എന്റെ ജീവിതം എങ്ങനെയാണ് അതും പറഞ്ഞിരിക്കലാണോ? അല്ല. ഇനി എന്ത് ചെയ്യണം? ആ കൃഷ്ണനെ മാറോട് ചേർത്തപ്പോൾ കൃഷ്ണൻ അവളുടെ പ്രാണനെ വലിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ എന്നാൽ നാമം എന്നർത്ഥം. എന്താണ്? ഭഗവാന്റെ നാമം ഹൃദയത്തിൽ ധരിച്ചാൽ ഏത് തരത്തിലുള്ള വിഷത്തിൽ നിന്നും മുക്തരായി. മനസ്സിലാവുണ്ടല്ലോ? ഭഗവാൻ പവിത്രീകരിച്ചു. ഭഗവാൻ എന്തിനാ കണ്ണടച്ചത്? ഭഗവാൻ ഒരിക്കലും വിഷത്തിന്റെ നേരെ കണ്ണു തുറക്കില്ല. ഭഗവാൻ എപ്പോഴാ കണ്ണു തുറക്കുക? നിങ്ങൾ സാധന അനുഷ്ഠിക്കുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യാ? കണ്ണു തുറക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊക്കെ ചെന്നാ ഭഗവാൻ എന്ത് ചെയ്യും? പൂതനയുടെ കുടുംബത്തിൽ നിന്നാണ്, ഉള്ളില് നല്ലോണം എന്തുണ്ട്? വിഷമുണ്ട്. അതുകൊണ്ട് കുറച്ചിരുന്ന് അനുഷ്ഠാനമൊക്കെ ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചാൽ ഞാൻ കണ്ണ് തുറക്കും. അല്ലേ? ഭഗവാൻ അങ്ങനെ കണ്ണ് തുറക്കുള്ളൂ. എല്ലാവരുടെ നേരം കണ്ണ് തുറക്കില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, യാഹം പ്രകാശ സർവസ്യ, ഞാൻ എല്ലാവരുടെ നേരെയും പ്രകാശിക്കുന്നില്ല. കാരണം യോഗമായ അസമാവൃത 7:25 ഗീത. ഞാൻ എല്ലാവരുടെ നേരെയും കണ്ണ് തുറക്കില്ല. ആരിലാണോ മായയുടെ ആവരണമുള്ളത് അവർക്കെന്നെ കാണാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? ഭഗവാൻ കണ്ണു തുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിലുള്ള പൂതനയെ ക്രമേണ ഇല്ലാതാക്കണം. അതിനെന്താ വഴി? നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ചു പോയാൽ ഭഗവാൻ കണ്ണു തുറക്കുന്നു മാത്രല്ല, ഭഗവാൻ കൂടെ എന്ത് ചെയ്യും? ചേർക്കും. കൂടെ ചേർക്കുന്നല്ല, ഉണ്ടാവുന്നല്ല. ഭഗവാൻ പറയുന്ന അങ്ങനെയുള്ള ഒരു ഭക്തനെ ഞാൻ എന്നിലേക്ക് അങ്ങോട്ട് ചേർത്ത് കളയും. ഞാനും എൻ്റെ ഭക്തനും ഒന്നാവും. നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്തണമെന്ന് മോഹമുണ്ടോ? എല്ലാവർക്കും മോഹമുണ്ടോ? എത്ര പേർക്ക് മോഹമുണ്ട്? സത്യത്തില് ഈ ഒരു ശ്ലോകം മറക്കാതെ കൊണ്ട് നടക്കണം. നിങ്ങൾക്കത് വ്യക്തമാവും നിങ്ങളുടെ തലയിൽ. 11-ാം സ്കന്ധം. ഇത് ഉദ്ധവരോട് പറയാണ്. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട 2 ആൾക്കാരായിരുന്നു. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. പാഞ്ചാലി പ്രിയപ്പെട്ട ആളാണ്, രാധ പ്രിയപ്പെട്ട ആളാണ്. എങ്കിലും കൃഷ്ണൻ നേരിട്ട് ഉപദേശിച്ചിട്ടുള്ള 2 ആളുകളാണ് അർജുനനും ഉദ്ധവരും. അർജുനൻ ഉപദേശിച്ചതാണ് ഗീതോപദേശം, ഉദ്ധവർക്ക് ഉപദേശിച്ചതാണ് ഉദ്ധവഗീത. ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിലെ ഒടുവിൽ കാണുന്നത് മുഴുവൻ ഉദ്ധവഗീതയാണ്. നിങ്ങൾക്ക് ഭാഗവതം എടുത്തു നോക്കിയാൽ 11-ാം സ്കന്ധത്തിൽ 6-ാം അധ്യായം, ശരിക്കും 7-ാം അധ്യായം തുടങ്ങിയുള്ളൂ, അല്ലെ 6-ാം അധ്യായം. അവിടെ മുതൽ 29 അധ്യായം വരെ കൃഷ്ണൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന കണ്ടിന്യൂസ് 27ഓളം ചോദ്യങ്ങൾ ഉദ്ധവർ ചോദിക്കുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് കൃഷ്ണൻ ഉത്തരം പറയുന്നു. ഇതൊരു ഗംഭീരമാണെന്നറിയാം. അപ്പൊ ഈ തരത്തിൽ കൃഷ്ണൻ ഉപദേശിക്കുമ്പോൾ 11-ാം സ്കന്ധം 14-ാം അധ്യായം 27-ാം ശ്ലോകം, 11, 14, 27 എങ്ങനെയാണ് നമുക്ക് കൃഷ്ണനിലേക്ക് എത്താൻ പറ്റുക? പരമാത്മാവിലേക്ക് എത്താൻ പറ്റുക? ഭഗവാനിലേക്ക് എത്താൻ എന്താ വേണ്ടത്? ഈ റൂട്ട് കൃഷ്ണൻ കൃത്യം പറഞ്ഞുതരിക. അറിയണ്ടേ? കിട്ടിയോ ശ്ലോകം? ഇത് മാർക്ക് ചെയ്ത് പഠിച്ചു വെക്കണം. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ. 11-ാം സ്കന്ധം 14-ാം അധ്യായം 27-ാം ശ്ലോകം. കിട്ടിയോ? ഞാൻ അത്ര വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പുസ്തകം ഉള്ളവരൊക്കെ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾ മറക്കാതിരിക്കാനാണ് അത്ര ഉറപ്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ. അർത്ഥം ഇതാണ്. അർത്ഥം സംസ്കൃതല്ലേ? എപ്പോഴും ഓരോ വിഷയത്തെ കുറിച്ചിരുന്ന് ധ്യായത ചിത്തം, ധ്യാനിക്കുന്ന എന്ന് വെച്ചാൽ ചിന്തിക്കുന്ന ചിത്തം. എന്നും ഓരോ അപലവലാതി ചിന്തിച്ച്, വേണ്ടാത്തതും ചിന്തിച്ച്, കുട്ടികളുടെ കാര്യം അവിടുത്തെ കാര്യമൊക്കെ ചിന്തിച്ചിരിക്കുന്ന മനസ്സ് എന്നും
ദുർബലമായിക്കൊണ്ടിരിക്കും എന്നും നിങ്ങൾ വിചാരിക്കില്ല നിങ്ങളുടെ മനസ്സ് ശക്തമാവുകയാണെന്ന്. കുടുംബകാര്യവും ചിന്തിച്ച്, ആരോഗ്യവും ചിന്തിച്ച്, അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിലെ കാര്യങ്ങൾ വായിൽ നോക്കി എല്ലാം പറഞ്ഞ് നടക്കുന്നവർക്ക് ശക്തിയുള്ള മനസ്സല്ല കിട്ടാൻ പോകുന്നത്. അവസാനം കിട്ടുന്നത് ഒരവശ മനസ്സാണ്. മനസ്സിലായില്ല നിങ്ങക്ക്? മനസ്സിലായോ? എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? വേണ്ടാത്ത വർത്തമാനവും പറഞ്ഞ് നടന്നാൽ പറയുമ്പോ ഒരു സുഖമുണ്ട്. കാരണം ചൊറി പറയാനൊരു സുഖമുണ്ടല്ലോ. ചൊറി പറയുന്നതിലൊരു സുഖമുണ്ട്. പക്ഷേ ക്രമേണ മനസ്സ് അവശ്യമാകുന്നത് നമ്മൾ ആരും അറിയില്ല. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷോ വിഷജ്യതേ. The mind which is constantly thinking of the world, worldly thoughts, eventually it brings depressions. മനസ്സിൽ ഡിപ്രഷൻ കൊണ്ടുവരും. മനസ്സിനെ അത് ക്രമേണ ഇഞ്ചിഞ്ചായത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ആരും അറിയില്ല. അതാണ് പ്രായമുള്ളവർ കുറെ കഴിഞ്ഞാൽ വളരെയധികം മാനസികമായി വിഷമമുള്ളവരായി മാറുന്ന. അതൊരു ഇവൻച്വലി സംഭവിച്ചാണ്, ഒരൊറ്റയടിക്ക് സംഭവിക്കുന്നല്ല. നത്തിങ് ഈസ് ആക്സിഡന്റൽ. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടല്ലോ ഇത് ശീലിപ്പിക്കണം നിങ്ങൾ കുട്ടികളെ കൊണ്ട്. എന്താണ് അടുത്ത വരി പറയുന്നത്? മാം അനുസ്മരത ചിത്തം. പറയൂ എല്ലാവരും. മാം അനുസ്മരത ചിത്തം പറയൂ. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. മാം എന്ന് പറഞ്ഞാൽ നാമസ്മരണം. മാം എന്ന് പറഞ്ഞാൽ ഭഗവാനെ. മാം എന്ന് പറഞ്ഞാൽ ഈ മാമല്ല. മാം എന്ന് പറഞ്ഞാൽ നാമസ്മരണം, ഭഗവാന്റെ നാമസ്മരണം. അനുസ്മരണം, മാം അനുസ്മരണം. അനുസ്മരിക്കുക, ഓർക്കുക, സ്മരിക്കുക, ജപിക്കുക എന്നർത്ഥം. എപ്പോ? മാം മനസ് ഏത് ജപിക്കണം? നാക്കുകൊണ്ടല്ല ഇവിടെ ജപിക്കേണ്ടത്. എവിടെ ജപിക്കണം? ചിത്തം. മാം അനുസ്മരത ചിത്തം. എവിടെ ജപിക്കണം? മനസ്സിൽ ജപിക്കണം. എവിടെ ജപിക്കണം? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം വേണ്ടോ? മനസ്സിൽ നാമം കൊണ്ടു നടക്കൽ എളുപ്പമാണോ? എളുപ്പമാണ്. എത്ര പേർക്ക് എളുപ്പമാണ്? തിരിച്ചു പോകുമ്പോ ചെരുപ്പ് കാണാതിരിക്കട്ടെ, അപ്പൊ കാണാൻ എളുപ്പമാണോ അല്ലേ എന്നുള്ളത്. ഇപ്പൊ എന്താ അതിന്റെ ഉള്ളിലിരുന്ന് സുഖമായിട്ട് നാമൊക്കെ ചെല്ലാം. ഒരു കഷ്ടകാലം വരുമ്പോ നാമജപം മനസ്സിൽ വരുമോ? വരും. എത്ര പേർക്ക് വരും? അങ്ങനെയുള്ളവർ തൊഴണം. കാരണം നിങ്ങൾ പരിശീലിച്ചെടുത്തവരാണ്. ജപിച്ച് ശീലിച്ചവർക്ക് പറ്റും. ഇല്ലാന്നൊന്നല്ല. അതല്ലേ പൂന്താനൊക്കെ പാടിയത്? ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ. മകൻ മരിച്ചു കിടക്കുകയാണ്. മകന്റെ ബോഡി അവിടെ കിടക്കുകയാണ്. ഇവിടെ ഇരുന്ന് പറയണോ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ? ഇത് പറയൽ അത്ര എളുപ്പമൊന്നുമല്ലത്. മകന്റെ ബോഡി അവിടെ കിടന്നിട്ട് പറയുകയാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുക എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പത്തിലൊന്നും എല്ലാവർക്കും കിട്ടുവോ? ഇല്ല. അത് നിരന്തരമായ, അതാണ് ഗുരുനാഥൻ തൂണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം. അതാണ് അനുസ്മരത. എങ്ങനെ ഇരിക്കണം? പിരിയാതെ. അപ്പൊ അത് കൊണ്ടു നടക്കൽ എളുപ്പമാണോ? അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം. മാം അനുസ്മരത ചിത്തം മയി ഏവ. അത് വാക്ക് നോക്കൂ നിങ്ങള്. മയി ഏവ. മയി എന്ന് പറഞ്ഞാൽ എന്നിൽ തന്നെ. വിലീയതേ പ്രവിലീയതേ. ലീയതേ പറഞ്ഞാൽ ലയിക്കും.
പ്രവിലീയത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ലയിക്കും. ഇപ്പം നമ്മുടെ മനസ്സ് ലയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടില് കൂവപ്പൊടി തിരുവാതിരക്കാണ് അവിടെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടാകും അല്ലേ? കൂവപ്പൊടി അതെടുത്ത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പാലാണോ തോന്നി. കാരണം അതിന്റെ നിറം അല്ല വെളുത്ത പൗഡർ ആണോ. ഒരു 2 മിനിറ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേറെ പൊടി വേറെ ആണോ, ഊറിയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇതുപോലെ ഇപ്പൊ നമ്മുടെ ഭക്തി അമ്പലത്തിന്റെ ഒക്കെ മുന്നിലെത്തിയാൽ കൂവപ്പൊടി കലക്കിയത് പോലെയാണ്. ഒരു നിമിഷമൊക്കെ മറന്നു നാരായണ സ്വാമി. പുറത്തൊരാള് തോണ്ടിയപ്പോഴേക്കും പോയി, പൊടി താഴോട്ട് പോയി. പിന്നെയും ലൗകിക ജീവിതത്തിൽ അവള് പ്രസവിച്ചോ? എന്തായി? അമ്പലത്തിൽ നിന്നാ ചോദിക്കണത്. അവളുടെ പ്രസവവും ഇവന്റെ കല്യാണവും കുട്ടിയുടെ 28 പോയി. ആണോ? ഒറ്റ നിമിഷം കൊണ്ട് മനസ്സ് പോയി. ആണോ അല്ലയോ? സത്യമല്ലേ ഞാൻ പറയണത്? നുണയാണോ? ആണോ? വേറെ ചിലർക്ക് അങ്ങനെയില്ലേ, അങ്ങനെയൊന്നും മനസ്സ് പോവില്ല. വീണ്ടും മനസ്സിനെ കൊണ്ടുവരും. അവർക്ക് ഈ ഉപ്പ് വെള്ളത്തിലിട്ടത് പോലെയാണ്. ഉപ്പ് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ഉപ്പ് വെള്ളമായി അല്ലേ? പിന്നെ അതൊന്ന് ചൂടാക്കിയാൽ ഉപ്പ് ക്രമേണ 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 അടിയും. ഇതുപോലെയാണ് ചിലവർക്ക് എന്തെങ്കിലും വേദന വന്നാല് ചൂട് തട്ടുമ്പോ, മനസ്സിൽ എന്തെങ്കിലും വിഷമം തട്ടുമ്പോ നാമം കിട്ടും. അതുവരെയൊക്കെ നാമം ചൊല്ലും. എന്തെങ്കിലുമൊക്കെ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടാൽ എന്ത് നാമം പോയി. എന്നാൽ ഒരു ഗ്ലാസ് പാലെടുത്ത് ഒരു പാത്രം നിറയുള്ള പാലിലേക്ക് ഒഴിച്ചാലോ, ഈ ജന്മം നിങ്ങൾ തപസ് ചെയ്താലും ആ പാലിനെ മാറ്റാൻ പറ്റില്ല. കാരണം പാല് എന്നേക്കുമായി ഒന്നായി തീർന്നു. ഇതുപോലെയാണ് ജപിച്ച് 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 കുറെ കഴിഞ്ഞാൽ മാം ഏവ മൈ ഏവ പ്രവിലീയതേ. ആ മനസ്സ് ആരിലേക്ക് എത്തിച്ചേർന്നു? ആരിലേക്ക് എത്തിച്ചേർന്നു? അവർക്ക് പറയൂ, ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ യോഗ്യതയുള്ള ഒരു മനസ്സ് ആർക്കുണ്ട്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഉണ്ട്. എന്ത് മനസ്സുണ്ട്? എന്ത് മനസ്സുണ്ട്? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ യോഗ്യതയുള്ളൊരു മനസ്സുണ്ട്. പ്രയത്നം മാത്രമേ വേണ്ടൂ അല്ലേ? ആണോ അല്ലയോ? എന്തേ വേണ്ടൂ? അപ്പൊ എന്തേ പലരും അങ്ങോട്ട് എത്താത്തതിന് കാരണം? ഉറക്കെ പറയൂ. പ്രയത്നമില്ല. ആരുണ്ടാക്കിയ പ്രശ്നമാണത്? ശരിക്കും അച്ഛനും അമ്മയും മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ എത്ര പേര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? നാമം ജപിക്കണം, നാമം ജപിക്കണം, നാമം ജപിക്കണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് നാമം ജപിപ്പിക്കാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നോണ പറയരുതേ, നല്ല കുറവാണ്. ആണോ? മാറ്റിയെടുക്കണം. നമുക്ക് ഒരു നാമജപത്തിന്റെ ഒരു സംസ്കാരം ക്രമേണ, ഉറക്കെ പറയൂ, കൊണ്ടുവരണം. മനസ്സിലായില്ലേ? വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവരുത്. നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായി പറയണം. ഇപ്പൊ നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി രാവിലെ എണീക്കണോ, കുളിക്കണോ, പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലണോ, അത് കഴിഞ്ഞ് അടുക്കളയിൽ പോകുന്നോ, അതൊക്കെ ഉണ്ടാക്കുന്നു, ജോലിക്ക് പോകണോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരം വരുന്നു, മെയിൽ കഴുകണോ, അത് വിളക്ക് കൊളുത്തണോ, ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലണോ, കാര്യങ്ങളൊക്കെ ചെറുപടക്കരങ്ങനെ ചെയ്യണോ, എല്ലാ അനുഷ്ഠാനവും ഉണ്ട്. ഈ പെൺകുട്ടിയുടെ മകൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കും? മകൻ ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരുടെ പക്ഷത്ത് നിൽക്കും? പെൺകുട്ടിയുടെ ഭാഗത്ത് നിൽക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയുടെ ആണോ അല്ലയോ? എന്നാൽ ഈ പെൺകുട്ടിയെ ഒരു 8 മണിക്ക് എണീറ്റ് നിങ്ങൾ ഉണ്ടാക്കിയത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോണു, വൈകുന്നേരം വന്നാലും ആ കുളിയില്ല സമയത്തിന്, അടുക്കളയിൽ കയറുക,
നിങ്ങൾക്കത് കാണുമ്പോൾ കലി പിടിക്കും. അത് കഴിഞ്ഞ് തോന്നുന്ന സമയത്ത് കുടിക്കുക, തോന്നുന്ന സമയത്ത് കിടക്കുക, തോന്നുന്ന സമയത്ത് കഴിക്കുക. ഈ സാധനത്തിന് നിങ്ങൾ വലിച്ചു പുറത്തിടൂ. സത്യം പറയൂ, വലിച്ചു പുറത്താക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? പുറത്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇനി പറയൂ, ഇന്നത്തെ പെൺകുട്ടികളിൽ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ കൂട്ടത്തിലല്ലേ? ആണോ അല്ലയോ? ആരാ ഉത്തരവാദി? ആരാ അവരെ അങ്ങനെയാക്കിയത്? എന്താ ഒന്നും മിണ്ടാത്ത? അത് പറഞ്ഞപ്പോ മിണ്ടണില്ല, കേട്ടില്ലേ? നിങ്ങളുണ്ടാക്കിയ വിനയാണ്. അച്ഛനമ്മമാരല്ലേ ചെയ്തത്? അച്ഛനമ്മമാര് തന്നെയല്ലേ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, പരിശീലിപ്പിക്കേണ്ടത്? ആണോ? ഇത് ഈ ട്യൂഷന് പറഞ്ഞയച്ച് കാലത്തും ട്യൂഷൻ. അപ്പൊ എന്ത് സംസ്കാരാണ് അതിനുണ്ടാവുക? അപ്പൊ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു നിഷ്ഠകളില്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. തുറന്നു പറയണം. ഒരു കോംപ്രമൈസ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കരുത്. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? ഒരു കോംപ്രമൈസ്. കാരണം അങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും തളരുകയുമില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഒരാൾക്കും അടിച്ച് പുറത്താക്കാൻ തൊടാൻ പറ്റില്ല. നിങ്ങൾക്കറിയൂ, പൊതുവെ നിങ്ങൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ നമ്മൾ സ്ത്രീകളെ വില കുറച്ചു കണ്ടു. നിങ്ങളുടെ മക്കളെ തന്നെ ഒരു ആണിനേക്കാളും കൂടുതൽ കരുത്ത് സത്യത്തിൽ സ്ത്രീക്കാണ്. സത്യത്തിൽ ആണിന്റെ ശക്തി എന്ന് പറയുന്നത് വെറും മസിലിലേ ഉള്ളൂ. സ്ത്രീക്ക് ഞാൻ പറയണത് നോക്കൂ, ഞാൻ നിങ്ങളെ പുകഴ്ത്തുകയല്ല. ഒരു 5-6 മക്കളുള്ള അമ്മമാര്, പണ്ട് 7-8 മക്കൾ, ഈ മക്കളുടെ അച്ഛന്മാർക്ക് ഈ മക്കളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാളുടെ സ്വഭാവമായിട്ട് എനിക്ക് അവനെ കണ്ടകലി പിടിക്കും എന്നൊക്കെ പറയും. എന്നാൽ ഈ 9 വ്യത്യസ്ത സ്വഭാവമുള്ള മക്കളെയും പറഞ്ഞതനുസരിപ്പിക്കാനുള്ള കഴിവ്, അപ്പൊ ആരുടെ മനസ്സിനാണ് ശക്തി? പറയൂ നിങ്ങൾ, ആണോ ഇല്ലയോ? ഇതുപോലെ ചില പെൺകുട്ടികളെ കാണാൻ, ഞാൻ സത്യസന്ധമായി പറയാണ്, വളരെ അനുഷ്ഠാനത്തിലൂടെ ജീവിച്ച പെൺകുട്ടികളിലൂടെ മാറ്റം വന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. ഒരു ലൈഫ് തന്നെ മാറ്റിവെടുത്ത്. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങൾ നോക്കൂ, 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാണ് പാഞ്ചാലി. അനുഷ്ഠാനത്തിന്റെ തീവ്രതയാണ് പാഞ്ചാലി. മനസ്സിലായില്ലേ? പറഞ്ഞ വരയിൽ അവിടെ പാണ്ഡവന്മാരെ നിർത്താനുള്ള കഴിവാർക്കുണ്ടായിരുന്നു? പാഞ്ചാലിക്കുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത്ര റെസ്പെക്റ്റ് ആയിരുന്നു പാണ്ഡവർക്ക്. ആരോട്? പാഞ്ചാലിയോട്. കാരണം കൃത്യമായ അനുഷ്ഠാനം. അതല്ലേ വസ്ത്രാക്ഷേപം നടത്തുമ്പം പാണ്ഡവരുടെ പേര് വിളിച്ചു. ദുശാസനൻ വസ്ത്രം വരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഭീമേട്ടാ എന്നുള്ളൊരു വിളി വിളിച്ചു, എന്റെ അർജുൻ ചേട്ടാ എന്നൊരു വിളി വിളിച്ചു. നിങ്ങൾ അങ്ങനെയല്ലേ ഏട്ടാ ചേട്ടാ കേട്ടാ പേട്ടാ എന്നൊക്കെയല്ലേ വിളിക്കുക? ഇവിടെ ഒറ്റ വിളിയാണ്. ആരെ? കൃഷ്ണ എന്നൊറ്റ വിളിയാണ്. ആ കൃഷ്ണനെയാണ് വിളിച്ചത്. ഒരു ഭർത്താവിന്റെ പേരും വിളിച്ചത്. കാരണം ഉറപ്പായിരുന്നു, എന്റെ കൂടെ ആരുണ്ട്? ഈ കാര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാവണ്ടേ? അപ്പം ശരിക്കു പറഞ്ഞാൽ ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം ആരാണ്? ഭാര്യ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താണ്? ഭാരം ചുമക്കുന്നവളോ? ഇതെന്താ തൊഴിലാളികളുടെയോ? അത് CIT-കാരും മറ്റൊക്കെ ഉണ്ട് അവിടെ. മനസ്സിലായില്ലേ? നോക്കുകൂലിക്കാരുണ്ട് അവിടെ ഭാരം ചുമക്കാൻ. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരണതന്ത്രമറിയുന്നവൾ. എന്താണ്? ഒരു കുടുംബ ജീവിതത്തിന്റെ ഭരണതന്ത്രമറിയുന്നവളാണ് ആര്? അതുകൊണ്ടാണ് ഭാര്യയിൽ ലക്ഷ്മിയുണ്ട്, ഭാര്യയിൽ ലക്ഷ്മിയുണ്ട്, ഭാര്യയിൽ മന്ത്രിയുണ്ട്, ഭാര്യയിൽ അങ്ങനെ ആരൊക്കെയാണ്? കാര്യേഷു, അങ്ങനെ ശ്ലോകം കേട്ടിട്ടുണ്ടോ? കുശലേഷു ദാസ്യ കേട്ടിട്ടുണ്ടോ? എല്ലാം ഉള്ളവളാണ് ആര്? ഭാര്യ.
നയിക്കേണ്ടവളാണ് ഭാര്യ. ആരാണ്? അല്ലാത്ത തല്ലുകൊള്ളേണ്ടവളല്ല ഭാര്യ. ഇന്ന് സത്യത്തിൽ പെണ്ണ് ആണിനടിമപ്പെട്ടു പോയി. ഒരു ഉപഭോഗ വസ്തുവായി സ്ത്രീ അധപ്പതിച്ചു പോയി. സ്ത്രീയുടെ മനസ്സ് സ്ത്രീ നശിപ്പിച്ചു. നോക്കൂ, നിങ്ങള് ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന് ബുദ്ധിയും, രണ്ട് മനസ്സും. ഏതാണ്? ബുദ്ധിയും മനസ്സും. ഇത് രണ്ട് സാധനങ്ങളാണ് മനുഷ്യന്റെ തലയിൽ പ്രധാനമായിട്ട്. ഇതിനെയാണ് ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ എന്നൊക്കെ പറയാം. ഇതിനെയാണെന്ന് സൈക്കോളജി പറയാ EQ, IQ. കേട്ടിട്ടുണ്ടോ ഈ രണ്ട് വാക്ക്? കേട്ടിട്ടുണ്ടോ? EQ, IQ. നോക്കൂ, ഇത് സയൻസ്, ഇന്നത്തെ സയൻസ്. അതിൽ IQ എന്ന സാധനമാണ് എഡ്യൂക്കേഷനിൽ കുറെ ഇൻഫർമേഷൻ നേടുന്നത്. അത് IT ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിരിക്കാം. മനസ്സിലായില്ലേ? ആ പർട്ടിക്കുലർ ജീവിത കാര്യത്തെക്കുറിച്ച് അവർ കുറച്ച് അറിവുകളൊക്കെ മണ്ടയിൽ പുസ്തകങ്ങളിലൂടെ നേടിയെടുക്കുന്നു. IQ കുറെ കേട്ടു. എന്നാൽ EQ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, EQ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വേറൊരു സാധനം ഡെവലപ്പ് ചെയ്യണം. അതിന്റെ പേരാണ് SQ എന്നൊരു സാധനം. എന്താണ്? അതെന്താ SQ? സ്പിരിച്വൽ കോഷ്യന്റ് എന്ന് പറയും. അപ്പൊ ഡെയിലി ഉപാസന ചെയ്യുമ്പോഴാണ് ഈ EQ എന്ന് പറയുന്ന സാധനം, ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഡിവോഷണൽ മൈൻഡായി മാറുന്നു. ഏത് മൈൻഡ്? ഇമോഷൻ ഒരു വീക്ക്നെസ് ആണ്. ഇമോഷൻ ഒരു കറപ്ഷനാണ്. ഇമോഷൻ ഒരു അടിമത്വമാണ്. എന്നാൽ ഡിവോഷൻ എന്ന് പറയുന്നത്, ഡിവോഷൻ എന്താ? കൃത്യനിഷ്ഠമായ ഒരു ജീവിതം വരുമ്പോൾ ആ മനസ്സ് ദുർബലമാവില്ല ചെയ്യുക. ആ മനസ്സ് കരുത്തുള്ളതായി തീർന്നു. ആ മനസ്സിന് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവ്. എന്തിനുള്ള കഴിവ്? അപ്പൊ മറ്റുള്ളവരും ആ വഴിയിലൂടെ അങ്ങനെ. പൊതുവെ ആണിന്, ശ്രദ്ധിക്കുക, ആണില് ഒരമ്മയിലൂടെയല്ലേ വരുന്നത്? ആണോ? ആണോ അല്ലയോ? അപ്പം പൊതുവെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ സാരിത്തുമ്പ് പിടിച്ചല്ലേ നടക്കുന്നത്? ആണോ? ഒരു സ്ത്രീ ഡിവോഷണലി വളർന്നു കഴിഞ്ഞാൽ, ഇമോഷണൽ ആയി കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഡിവോഷണലി വളർന്നു കഴിഞ്ഞാൽ ആണ് അവളെ പിന്തുടർന്ന് കാണും. അത്ര പവർഫുൾ ആണ് ആര്? ഒരു സ്ത്രീ. അതുകൊണ്ടാണ് കുന്തി തന്റെ ആ ഡിവോഷണൽ പവർ വളർത്തിയപ്പോൾ ആ മക്കൾ അങ്ങനെ ആ മക്കൾ പിന്തുടർന്നു. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? എന്നാൽ ഗാന്ധാരി കണ്ണുകെട്ടി മക്കള് മക്കളുടെ രീതിയിൽ വളർന്നു. അമ്മ അമ്മയുടെ ലോകത്തിലായി. അതുകൊണ്ട് ആ മക്കളിലൂടെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് തുണി കൊണ്ട് കെട്ടുന്നില്ല എന്ന് മാത്രം. ഇതുകൊണ്ട് പക്ഷെ ഇന്ന് കുട്ടികളെ വെറും ട്യൂഷന് പറഞ്ഞയച്ച് ഒരു ആത്മീയ നിഷ്ഠയില്ലാതെ വളർത്തുമ്പോൾ ഇന്നത്തെ അമ്മ അറിയുന്നില്ല, ഞാനും ഗാന്ധാരിയെ പോലെയാണ് കുട്ടികളെ വളർത്തുന്നത്. കുറേ കഴിഞ്ഞാൽ ആ കുട്ടികളിലൂടെ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്ന അമ്മമാരാണ്. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? അതുകൊണ്ട് ദയവ് വിചാരിച്ചു, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, കാരണം ഒരു പെൺകുട്ടി നയിക്കേണ്ടവളാണ്. ഒരു പെൺകുട്ടി ആരാണ്? നയിക്കേണ്ടവൾ. രാമൻ നടക്കുമ്പോഴുണ്ടല്ലോ, മുന്നിൽ ആരെയാ നടത്തിയതെന്നറിയോ? ലക്ഷ്മണാ നീ മുന്നിൽ നടക്കണം, അതിൻ പിന്നാലെ സീതയും, അതിൻ പിന്നാലെ ഞാനും, ജീവാത്മാ പരമാത്മാക്കിടയിൽ മായ എന്നതുപോലെ. രാമായണത്തിലെ വരികളാണ്. ഉണ്ടോ? മുന്നിൽ നടക്കേണ്ടവളാണ് പെൺകുട്ടി. എവിടെ നടക്കണം? എങ്ങനെയാ നടക്കലല്ലത്, അനുഷ്ഠാനം കൊണ്ട് മുന്നേറേണ്ടവളാണ് പെൺകുട്ടി. അപ്പം മറ്റുള്ളവരും എന്ത് ചെയ്യും? യത് ആചരതി ശ്രേഷ്ഠ. ഗീതയിലെ 3-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകം. യത് ആചരതി ശ്രേഷ്ഠ തദേവ ഇതരാജന അനുവർത്തതേ. ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാര്. അപ്പൊ മറ്റുള്ളവരെന്ത് ചെയ്യും? അനുവർത്തതേ.
ഇതാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ. കിട്ടിയോ ശ്ലോകം? ശ്ലോകം കിട്ടിയോ നിങ്ങൾക്ക്? ഗീതയില് 3-ാം അധ്യായത്തില് 21-ാം ശ്ലോകം. 18 21 21. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തതിന് വർത്തതേ. കണ്ടോ? അപ്പം ആചരിച്ച് കാണിക്കേണ്ടവളാണ് ആര്? നിങ്ങളൊക്കെ പെൺകുട്ടികളെ അങ്ങനെ വളർത്തി നോക്കൂ. ആ പെൺകുട്ടി എവിടെ എത്തിച്ചേരുന്നുണ്ടോ ആ വീട്ടുകാര് പറയും, ഓഹ് ഇങ്ങനെ ഒരു കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ട്, ഇവള് കാല് വെച്ചപ്പോഴാണ് ഈ വീട് ഒന്ന് ഉണർന്നത്, ഈ വീടിനൊരു ഐശ്വര്യമുണ്ടായത്. അങ്ങനെ പറയിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെയുള്ള കുട്ടികളെയാണ് അപ്പൊ നിങ്ങൾ വാർത്തെടുത്തത്? എത്ര പേര് അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുത്തിട്ടുണ്ട്? ഇടയ്ക്ക് എന്റെ കാഴ്ച പോകണ്ട, എന്താ അറിയില്ല. നാണോ ഇല്ലേ നിങ്ങക്ക്? കഷ്ടം. കുട്ടികളെ അങ്ങനെ വാർത്തെടുത്തിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കൂ, ദിവസവും പത്രത്തിൽ ഒരു പെൺകുട്ടിയെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത ദിവസം ഉണ്ടാവും. ഒന്നുകിൽ അത് കത്തിക്കുത്തേറ്റ് മരിച്ചിട്ടുണ്ടാവും, വല്ലവന്റെയും പ്രേമം കൊണ്ട് അതിനെ കൊന്നിട്ടുണ്ടാവും, ശ്വാസം മുട്ടിച്ചു കൊന്നു, അങ്ങനെ കൊന്നു എന്നൊക്കെ കേൾക്കാറില്ലേ? ഉണ്ടോ? അതാരാ ഉത്തരവാദി? നിങ്ങൾ ഉത്തരവാദി. അതുകൊണ്ട് കാലത്തെണീറ്റ് കുട്ടികളെയൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കാത്ത ഒരു ദിവസവും വീട്ടിൽ കുറെ അന്ധവിശ്വാസം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് കുളിച്ചില്ലെങ്കിൽ നാമം ചൊല്ലിയ വല്ല ദോഷവും ഉണ്ടാവും. അങ്ങനെ ഒരു ദോഷവും ഇല്ല. കുളിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാം? പറയൂ. നാമം ജപിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഞാൻ ഒന്നുകൂടി വ്യക്താക്കുകയാണേ. അപവിത്ര പവിത്രോവ ശ്ലോകമാണ്, പുരാണങ്ങളിലെ ശ്ലോകമാണ്. അപവിത്ര പവിത്രോവ എന്ന് പറഞ്ഞാൽ എന്താണ്? അപവിത്രമാവട്ടെ ശരീരം, പവിത്രമാവട്ടെ എന്ന് വെച്ചാൽ കുളിച്ചോട്ടെ, കുളിക്കാതിരുന്നോട്ടെ. ഇനിയിപ്പോ പെൺകുട്ടികളാണ് പീരീഡ്, അങ്ങനത്തെ പ്രശ്നമൊക്കെ, ശുദ്ധാശുദ്ധങ്ങളൊക്കെ ഉണ്ട്. സ്മരേത് പുണ്ടരീകാക്ഷം. എന്ത് ചെയ്യണം? അപവിത്രമായാലും എന്ത് ചെയ്യണം? ഭഗവാനെ സ്മരിക്കുന്നത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അപ്പോ ബാഹ്യാഭ്യന്തര ശുചി, അവരുടെ ഉള്ളിലും പുറത്തും ശുചിത്വമുള്ളവരായി മാറും. അപ്പൊ ഭഗവാന്റെ നാമം എപ്പോഴും എന്നും ചൊല്ലണം. സർവേഷു കാലേഷു മാം അനുസ്മര. പറയൂ. ഇത് ഗീതയില് 7-ാം അധ്യായത്തില് 7-ാം ശ്ലോകം. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച. മനസ്സിലായില്ലേ? 7-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, അർജുന സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ ഭഗവാന്റെ നാമജപത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാക്കരുത്. ക്ലിയർ ആണോ? ഏതായാലും പൂതനയുടെ കഥ പറഞ്ഞപ്പോഴാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിലൊക്കെ ഒരു പൂതാത്മാവുമുണ്ട്, നമ്മളിലൊക്കെ പൂതാത്മാവായ പരമാത്മാവുമുണ്ട്. ആ പൂതാത്മാവിലേക്ക് എത്താൻ തടസ്സം സൃഷ്ടിക്കുന്ന ഇവിടെ വന്നതേയില്ല. ആരുണ്ട്? പൂതനയുമുണ്ട്. ആരുണ്ട്? പൂതനയുണ്ട്. അപ്പൊ പൂതന എന്ന് പറയുന്നത് നമ്മളിലെ ദുർബല അനാവശ്യ ചിന്തകളാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ എന്താ വഴി? ദിവസവും കുറച്ചു സമയം ഇരുന്ന് നാമം ജപിക്കുമ്പോൾ പൂതന അവിടെ നിന്ന് പോയി അതാരായി മാറും? പൂതാത്മാവായി പരമാത്മാവായി മാറും. പൂതനാ മനസ്സിനെ പരമാത്മാവാക്കി പരിവർത്തനം വരുത്തുന്ന കഥയാണ് പൂതനാമോക്ഷം. എന്താ പറഞ്ഞത്? പൂതനാ മനസ്സിനെ പൂതാത്മാവായ പരമാത്മാവാക്കി പൂർണാത്മാവാക്കി മാറ്റുന്ന പരിവർത്തനത്തിന്റെ കഥയാണ് പൂതനാമോക്ഷം. ഈ പൂതനാമോക്ഷം എവിടെയാ സംഭവിക്കേണ്ടത്? ഇതെവിടെയാ സംഭവിക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. എന്താ നോക്കൂ നിങ്ങള്, നമുക്കൊരു സാധ്യത കാണിച്ചു തരികയാണ്.
ഇപ്പം നമ്മളൊക്കെ ഭൂതാത്മാക്കളല്ല, ഇപ്പം പൂതനയുണ്ട്. ഇനി ആ പൂതനയെ നമുക്കൊന്ന് ഭൂതാത്മാവാക്കി മാറ്റണം. അതിന് അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാകുന്നു.